വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റ് 22 നവംബർ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 24 നവംബർ മുതൽ 28 നവംബർ വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയിലും നിഫ്റ്റി ഒരു 158 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 26,068 ക്ലോസ് ചെയ്തത്. എന്തായാലും നിഫ്റ്റിയുടെ 26,277 എന്നുള്ള ആ ഹൈയുടെ വളരെ അടുത്ത് വന്നതിന് ശേഷമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഫ്രൈഡേയിൽ ഒരു കറക്ഷനോട് കൂടി നിഫ്റ്റി ഈ 26,068 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെൻസെക്സ് 669 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 85,231 കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിഫ്റ്റിയും സെൻസെക്സും വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്യുകയാണ്, അപ്വേർഡ് ഡയറക്ഷനിലുള്ള മൂവ്മെൻ്റ് ആണ്. പക്ഷേ മിഡ് ക്യാപ് സ്റ്റോക്കുകളും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും ഇപ്പോഴും അപ്വേർഡ് മൂവ്മെൻറ്റിൽ ഈ മേജറായിട്ടുള്ള സ്റ്റോക്കുകളുടെ ആ ട്രെൻഡിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ലാഗ് നോർമലി ഒരു കറക്ഷന് ശേഷം ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ ഒരു മേജർ സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നതും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും അല്ലെങ്കിൽ മിഡ് ക്യാപ് സ്റ്റോക്കുകളും മൂവ് ചെയ്യുന്നതും തമ്മിലൊരു ലാഗ്, ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരിക്കും നോർമലി. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തിൽ US ആയിട്ടുള്ള ഒരു ട്രേഡ് ഡീലിനുള്ള സാധ്യതകളൊക്കെ കൂടുതൽ തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ അത് വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ എസ്പെഷ്യലി അടുത്ത ജനുവരിയോടുകൂടിയൊക്കെ വളരെ നല്ല രീതിയിലുള്ളൊരു റാലിയിലേക്ക് കടക്കാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ നമ്മുടെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും കൂടെ ആ പെർഫോമൻസിൻ്റെ പാർട്ടാവുകയും ചെയ്യും. പക്ഷേ ഇതിലൊരു വ്യത്യാസം പലപ്പോഴും നമ്മൾ കാണേണ്ടത് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ വളരെ ഒരു 5% മറ്റോ മൂവ് ചെയ്യുന്ന അത് വളരെ സമയമെടുത്താണെന്നുണ്ടെങ്കിൽ ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെല്ലാം റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് പല സ്റ്റോക്കുകളും ഒരു 30% അല്ലെങ്കിൽ 50% ഒക്കെ മൂവ് ചെയ്യാനായിട്ട് ഈവൻ 2 ആഴ്ച പോലും എടുക്കില്ല എന്നുള്ളതാണ് ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുടെയൊക്കെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ പോർട്ട്ഫോളിയോയിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ഡിപ്പിനെ കുറിച്ച് കാര്യമായിട്ട് ബോദർ ചെയ്യാതെ, എസ്പെഷ്യലി നല്ല കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കമ്പനികളാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മാർക്കറ്റിൻ്റെ അടുത്ത സൈക്കിളിലേക്ക് നമ്മൾ മൂവ് ചെയ്യാറായിട്ടുണ്ട്. അത് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേണിലേക്ക് പോകും. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഒരു 5 ഇയേഴ്സിൻ്റെ പീരീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചില പീരീഡിൽ വലിയ റാലികളായിരിക്കും, ചില ഇയേഴ്സിൽ ഒരു കൺസോളിഡേഷൻ, ചിലപ്പോൾ മൈനസ് റിട്ടേൺ ആയിരിക്കും. അതേസമയം പിന്നത്തെ വർഷം അതുപോലെ തന്നെ നല്ല മൂവ്മെൻറ്റ്, അപ്വേർഡ് ഡയറക്ഷനുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു ആവറേജ് ഒരു 5 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്ന എല്ലാവരും തന്നെ മാർക്കറ്റിൽ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് അവിടെ തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെങ്കിലും മാർക്കറ്റിൻ്റെ ഒരു കറക്ഷനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് കരുതി നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളെല്ലാം വലിച്ചെറിഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയും വീണ്ടും ഒരു കൃത്യസമയത്ത് മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് മറ്റുള്ളവർ പറയുന്ന സമയത്ത് വരാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനാണ് മാർക്കറ്റിനെ ടൈം ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാർക്കറ്റ് ടൈം ചെയ്യാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ നേടാൻ അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടും വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എല്ലാവരും മനസ്സിലാക്കണം. ഇതുപോലെയുള്ള സ്ലഗ്ഗിഷ് ആയിട്ടുള്ള പീരിയഡ്സ് അല്ലെങ്കിൽ സ്ലോ മൂവിങ് പീരിയഡ്സ് ഉണ്ടാകും. അതിലും നമ്മൾ കഴിയാവുന്നത്ര പ്രോഫിറ്റുകളൊക്കെ നേടി പേഷ്യൻസോടുകൂടി നമ്മൾ പോർട്ട്ഫോളിയോകൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് നോക്കാം, ഇപ്പോൾ സെൻസെക്സും നിഫ്റ്റിയും അപ്വേർഡ് മൂവ്മെൻറ്റ് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ് 100 ഇൻഡെക്സ് പക്ഷേ 462 പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 60,276 ഒരു 462 പോയിൻറ്റ്സിൻ്റെ കറക്ഷനോട് കൂടിയാണ് മിഡ് ക്യാപ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ് ഇൻഡെക്സും 405 പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്താണ് 17,847 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ, അതായത് ഇൻക്ലൂഡ് ആയിട്ടുള്ള സെൻസെക്സും നിഫ്റ്റിയും മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ മിഡ് ക്യാപ് ഇൻഡെക്സും സ്മോൾ ക്യാപ് ഇൻഡെക്സും താഴേക്കാണ് കഴിഞ്ഞ ആഴ്ചയിൽ മൂവ് ചെയ്തിട്ടുള്ളത്. ഒരു ഡൈവേർജൻസ് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം മിഡ് ക്യാപ് ഇൻഡെക്സ് കഴിഞ്ഞ ദിവസത്തിൽ ഒരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതാണ്. അപ്പോൾ ഇതൊരു
ചെറിയൊരു പീരീഡിൻ്റെ ഒരു ഗ്യാപ്പ് മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകളും പെർഫോം ചെയ്ത് തുടങ്ങും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞൊരു കാര്യമാണ്, ഈ വാട്സപ്പിൻ്റെ കുറേയധികം റെസ്ട്രിക്ഷൻസ്, ഗ്രൂപ്പ് മെസ്സേജസ് അയക്കുന്നതിലേക്ക് കുറേ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും, ഞങ്ങളുടെ ക്ലയൻസിനോടുള്ള റിക്വസ്റ്റാണ്, എല്ലാവരും ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഞങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഞങ്ങൾ 2015 തന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ റെക്കമെൻഡേഷൻസ് കാണാനും അതിനുശേഷം വീണ്ടും എപ്പോഴെങ്കിലും ഈ റെക്കമെൻഡേഷൻസിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് വായിക്കാനോ അല്ലെങ്കിൽ മുമ്പുള്ള റെക്കമെൻഡേഷൻസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ടാർഗറ്റുകളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ ഡാറ്റകളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറ്റുന്ന രീതിയിലാണ് റെക്കമെൻഡേഷൻസ് ഞങ്ങൾ ആപ്പിലൂടെ അയക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ്, ഞങ്ങൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഈ ആപ്പിൽ തന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ വീഡിയോസ് നമ്മൾ ഫീഡ്സ് എന്നുള്ള ഒരു സെക്ഷനിലാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ചുകൂടെ ഈ ഇതുപോലെ തന്നെ ഇതിൽ കുറച്ചുകൂടെ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് കൂടെ ഞങ്ങൾ ഈ ആപ്പിലൂടെ പബ്ലിഷ് ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ആപ്പിൽ ഒരേ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സൗണ്ട് കൂടെ ലഭിക്കുന്നതുകൊണ്ട് ഞങ്ങൾ മെസ്സേജുകൾ അയക്കുമ്പോൾ നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ ആ ആപ്പ് യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും പഠിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ. പ്രത്യേകിച്ചും കൂടുതൽ പേർക്ക് നമുക്കിത് പ്രാക്ടിക്കലല്ല വാട്സപ്പിലൂടെ അയക്കാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള കൊറീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ 1-to-1 ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അയക്കുകയാണെങ്കിൽ അതിനുള്ള റിപ്ലൈസ് ഞങ്ങൾക്ക് നൽകാൻ സാധിക്കും. പക്ഷേ ഗ്രൂപ്പ് മെസ്സേജസ് വാട്സപ്പിലൂടെ അയക്കാനായിട്ട് പോസിബിൾ അല്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം വളരെ നമുക്ക് പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് അയക്കാൻ സാധിക്കും. ഇനീഷ്യലി ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടാവാൻ ചിലപ്പോൾ പുതിയതായിട്ട് ഉപയോഗിക്കുന്നവർക്ക്. പക്ഷേ അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ വാട്സപ്പിലുള്ള ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറി വളരെ പ്രൈവറ്റായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണെന്നുള്ള സീരിയസ്നെസ്സോടുകൂടി ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ആപ്ലിക്കേഷനെ കാണുക. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലയൻസ് അറിയാം, പലർക്കും കഴിഞ്ഞ ആഴ്ചയിൽ പോലും നമ്മൾ കണ്ടതാണ്. നമ്മുടെ ലേറ്റസ്റ്റ് ഡയമണ്ട് പീക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ആ ഡയമണ്ട് പീക്ക് 17 സിർമയിൽ മോർ ദാൻ 25 lakhs-ഉം 30 lakhs ഒക്കെ പ്രോഫിറ്റ് പലരും നേടുന്നതല്ലേ. അപ്പോൾ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ലക്ഷങ്ങളുടെ വിലയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിന് ഇൻഡിവിജ്വലായിട്ട് അത് യൂസ് ചെയ്യാൻ പഠിക്കുക. അത് ഞങ്ങളുടെ ക്ലയൻസിൻ്റെ പലരുടെയും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെ ആയിട്ടുണ്ട് ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ റെക്കമെൻഡേഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് എല്ലാവരും ഒന്നുകൂടെ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതുപോലെ തന്നെ ഇൻ കേസ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഡെയിലി ഈവനിങ്ങിൽ നമ്മൾ തിരക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുക. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഇന്ത്യക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ 50 trillion rupees കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതായത് 50 trillion എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 lakhs crores ആണ് എമൗണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ. അത് ട്രില്യൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ പലർക്കും നമ്മൾ മില്യൺ എപ്പോഴും യൂസ് ചെയ്യുന്നതാണെങ്കിൽ ട്രില്യൺ പലപ്പോഴും യൂസ് ചെയ്യാത്തൊരു ഫിഗർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ട്രില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,00,000 കോടിയാണ്. അപ്പോൾ 50 trillion എന്ന് പറയുമ്പോൾ 50 lakh ക്രോർസിൻ്റെയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു എമൗണ്ട് നോക്കൂ, ഞാൻ ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം 2020 ഇത് 11.6 trillion rupees മാത്രമാണ് ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് 2020 11.6 trillion നിന്നും ഇപ്പോൾ ഈ October 25 വരുമ്പോൾ 50.7 trillion rupees വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു ഗ്രോത്ത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ
ഇന്ത്യൻ ഇന്ത്യക്കാരുടെ ആ ഒരു ഹാബിറ്റിൽ, ഇൻവെസ്റ്റ്മെൻറ്റിലെ ഹാബിറ്റിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ്. മുമ്പ് നമുക്ക് ഗോൾഡിലും റിയൽ എസ്റ്റേറ്റിലും ആയിരുന്നു കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഉണ്ടെങ്കിൽ, ഈ 2020 ശേഷം വലിയ രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നമുക്കറിയാം, പുതിയതായിട്ട് മാർക്കറ്റിലേക്ക്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പലർക്കും മടിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെയാണ് ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരിക. നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പോഴും വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എക്സ്പോഷർ ഉള്ളത്. അത് മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെ ആയാലും അല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും. അപ്പോൾ ചെറിയൊരു പെർസെൻറ്റേജ് ഇന്ത്യക്കാർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ പോലും നമുക്ക് ഈ 50 ട്രില്യൺ റുപ്പീസിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള, നമുക്കറിയാം, ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും വളരെ നന്ദി പറയേണ്ട ഒരു വലിയൊരു ഗ്രൂപ്പ് ആൾക്കാർ, അതായത് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നുള്ള ഇന്ത്യയിലെ കുറേയധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവർ ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് കുറേയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ബ്രോക്കിംഗ് കമ്മ്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും കുറേയധികം എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇതിൽ ഈ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പോലെ തന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴും വരുന്നത്, നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു റെഗുലേറ്ററുണ്ട്. ആ റെഗുലേറ്ററിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സെബിയുടെ ഭാഗത്തുനിന്നും എല്ലാം കുറേയധികം കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരികയും, അതുപോലെ തന്നെ കുറേയധികം ക്യാമ്പയിൻസ്, നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ട് സഹീഹ എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാമ്പയിനൊക്കെ വളരെ കൃത്യമായിട്ട് ലക്ഷ്യം കണ്ട ഒരു കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഈ ഒരു എമൗണ്ടിൻ്റെ ഗ്രോത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു കലണ്ടർ ഇയറിൽ നമുക്ക് ഇൻഫ്ലോ 2.9 ട്രില്യൻ്റെ 2025 ഒക്ടോബർ വരെ വന്നിട്ടുള്ള എമൗണ്ട് $2.9 ട്രില്യൺ റുപ്പീസിൻ്റെയാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തിൽ ഇത് 2023 3.9 ട്രില്യൺ റുപ്പീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് 2022 ഇരട്ടി 2023 വന്നു. ഈ 2025 2.9 ട്രില്യൺ ഇപ്പോൾ ഓൾറെഡി ഒക്ടോബർ വരെ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഇക്വിറ്റിയിലേക്കുള്ള ഇപ്പോൾ ഇൻഫ്ലോ കുറഞ്ഞു ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും 4 ട്രില്യണോളം 2025 വന്നു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ഓൾറെഡി ഇന്ത്യൻ ഇക്വിറ്റിയുടെ 11% ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിൻ്റെ 11% മ്യൂച്വൽ ഫണ്ട്സാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് വഴിയുള്ള ഇന്ത്യക്കാരുടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്തോറും മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റി കുറേയധികം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലപ്പോഴും അവരുടെ ട്രേഡിങ് ഇൻട്രസ്റ്റ് കൂടെ വരുന്നതുകൊണ്ടും അവർക്ക് ഗ്ലോബലി ഏതെങ്കിലും അതർ ഓപ്പർച്യൂണിറ്റി കുറച്ചും കൂടെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു, ചൈന കുറച്ചും കൂടെ നല്ല റിട്ടേൺ തരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെല്ലാം വിറ്റ് അവർ അങ്ങോട്ട് പോകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് താഴെ പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ വോളാറ്റിലിറ്റി പലപ്പോഴും അവരെ നിരാശരാക്കാറുണ്ട്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പാനിക് ആക്കാറുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഇതുപോലെ ഇങ്ങനെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വരുന്നതുകൊണ്ട് അവർ പലപ്പോഴും പല സ്റ്റോക്കുകളും അങ്ങനെ എക്സിറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ ടൈമിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ആത്മനിർഭർ രീതിയിലേക്കാണ് ഈ മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെ നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, നമ്മുടെ മാർക്കറ്റിൻ്റെ ഡിപ്പെൻഡൻസ് കുറയ്ക്കാനായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെയുള്ള ഈ ഗ്രോത്തിന് കുറേയധികം സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മളിനി നമ്മൾ ഒരു പുതിയ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഞാൻ കൂടുതൽ വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്കും ആദ്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു സമയത്ത് മാർക്കറ്റിനെ കുറിച്ച് ഭയമുണ്ടെന്നുണ്ടെങ്കിൽ
നമുക്ക് ആദ്യം SIP റൂട്ടിലൂടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാം, അല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെ വരുമ്പോൾ അത് മാനേജ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലായിട്ടൊരു ടീം ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നല്ല റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതേസമയം കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെ ബേസിക്കലി മ്യൂച്വൽ ഫണ്ടിലൂടെ റിട്ടേൺ കിട്ടുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3 years അല്ലെങ്കിൽ ഒരു 5 yearsലൊക്കെ അത് ഹോൾഡ് ചെയ്യുന്നു. മാർക്കറ്റിലുണ്ടാകുന്ന യൂഎസിൽ എന്ത് സംഭവം ഉണ്ടാകുന്നുണ്ടെങ്കിലും, റഷ്യയിൽ എന്ത് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിലും, ചൈനയിൽ എന്ത് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിലും, എവിടെയെങ്കിലുമൊക്കെ വാറുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നമ്മളതിനെ പറ്റി വറീഡ് അല്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി വല്ലാണ്ട് ബോധേഡല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരിട്ട് ഇക്വിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ ന്യൂസും എന്നെ നേരിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ അതിനോട് പാനിക്കായിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇക്വിറ്റിയിൽ നമുക്ക് റിട്ടേൺ കിട്ടാത്തത് എന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് മ്യൂച്വൽ ഫണ്ടിലെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിലേക്ക് നേരിട്ട് പോകാം. എന്തിനാണ് നേരിട്ട് ഇക്വിറ്റി മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും. കാരണം മ്യൂച്വൽ ഫണ്ട് സേഫാണ്, അപ്പോൾ പിന്നെ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് നേരിട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്കൊരു ചോദ്യം വരുന്നതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നോർമലി ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ആവറേജ് ഒരു റിട്ടേൺ ആനുവൽ കിട്ടുന്നത് ഒരു 10% അല്ലെങ്കിൽ ഒരു 15%ഒക്കെയാണ് റിട്ടേൺ നമുക്ക് കിട്ടുന്നതല്ലേ. അപ്പോൾ ആ ആവറേജ് റിട്ടേണേക്കാൾ കൂടുതൽ എങ്ങനെ നമുക്ക് റിട്ടേൺ നേടാമെന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇക്വിറ്റിയിലേക്ക് പോകുന്നതിൻ്റെ ആവശ്യകത വരുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ ഡയമണ്ട് പിക് സീരീസിൽ ഇപ്പോൾ സർമ എന്നുള്ള റെക്കമെൻഡേഷൻസിൽ കഴിഞ്ഞ ഒരു വർഷത്തിലും മേലെ ഓൾമോസ്റ്റ് ഒരു 2 yearsൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്തവർക്ക് 100%ഓളം സർമയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ നമ്മുടെ ഭയം ആദ്യം മാറി മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എന്നുണ്ടെങ്കിൽ, അടുത്തതായിട്ട് നമ്മുടെ റിട്ടേൺ എങ്ങനെ കൂട്ടാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ഇക്വിറ്റിയിലേക്ക് നേരിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് റൂട്ട് മൊത്തമായിട്ട് ഉപേക്ഷിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ SIPs ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതായിട്ട് കൂടുതൽ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആകുമ്പോൾ നേരിട്ട് നല്ല സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഹ്യൂജ് പ്രോഫിറ്റും വെൽത്ത് ക്രിയേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കും. അതിന് തീരെ നമ്മൾ ഒട്ടും തന്നെ എന്താ പറയുക, നമ്മളൊരിക്കലും സ്റ്റോക്കുകളെ സെലക്ട് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം നമ്മൾ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. നമ്മളൊരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. അതിനെപ്പോഴും ഒരു റിസർച്ച് അനലിസ്റ്റിൻ്റെ സർവീസ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു 100 ഷെയറോ അല്ലെങ്കിൽ 200 ഷെയറൊക്കെ വാങ്ങാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ജസ്റ്റ് നമ്മളെന്തെങ്കിലും നെറ്റിലൊക്കെ വായിക്കുന്ന നോളജ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഒരു 5 lakhs അല്ലെങ്കിൽ ഒരു 10 lakhs അല്ലെങ്കിൽ മോർ ദാൻ അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെയ്ഡായിട്ടുള്ള ഇക്വിറ്റി റിസർച്ച് സർവീസിൽ നിന്നും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള സർവീസ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ നല്ല സ്റ്റോക്കുകളിലാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതുകൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. മ്യൂച്വൽ ഫണ്ട് റൂട്ടിൽ ഒരുവിധം കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ ഇക്വിറ്റിയിലേക്ക് നേരിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ആ വെൽത്ത് ബിൽഡിംഗ് എന്നുള്ള പ്രോസസ്സ് നമ്മൾ തുടങ്ങുന്നത് ആ സ്റ്റേജിൽ നിന്നാണ്. അവിടെയാണ് നമുക്ക് കൂടുതൽ നമുക്കൊരു ഇൻകം ലഭിക്കുന്ന. അപ്പോഴേക്കും നമുക്കൊരു പക്ഷേ ഒരു 30-35 years ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. അവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ നമ്മളും പേഴ്സണലി നമുക്ക് ഇൻകംസ് വരുന്നതല്ലേ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ആ പീരീഡിൽ നമ്മൾ വെൽത്ത് ക്രിയേഷൻസ് എന്നുള്ള പ്രോസസ്സ് തുടങ്ങുന്നത് ഇക്വിറ്റിയിൽ വളരെ നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു മീഡിയം ടേം അല്ലെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ നിന്നാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ സംസാരിക്കുന്ന എല്ലാ പോയിൻറ്റ്സും മ്യൂച്വൽ ഫണ്ട്സ് ആയാലും ഇക്വിറ്റി ആയാലും നമ്മൾ സംസാരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആംഗിളിൽ നിന്ന് മാത്രമാണ്. അതിൽ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് 10-25 വർഷത്തോളം
എൻ്റെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള അതിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനു മുമ്പുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്ത് എൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷനാണ് പല കാര്യങ്ങളും ഞാൻ പറയുന്നത്. കാരണം പലരും നമുക്കറിയാം ട്രേഡിങ് അല്ലെങ്കിൽ സ്പെക്കുലേഷനിലേക്ക് ആണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് പോകുന്നത്. അതിൽ നമ്മുടെ ഒരു ബേസിക്കലി നമുക്കൊരു അറിയാം, ഒരു ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളോടായിരിക്കും കൂടുതൽ അട്രാക്ഷൻ, എസ്പെഷ്യലി നമ്മുടെ യങ്ങർ ഏജിൽ. അത് സമയം ഈവൻ അറ്റ് നമ്മൾ 50 വയസ്സ് കഴിഞ്ഞവരും അല്ലെങ്കിൽ ഈവൻ റിട്ടയർ ചെയ്തവർ പോലും ഈ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം ലഭിക്കുമ്പോൾ അവരും പലപ്പോഴും കൈ പൊള്ളിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രേഡിങ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്നുള്ള ഏരിയയിലേക്ക് പോകുമ്പോഴാണ്. അവിടെ സക്സസ് ആകുന്നവർ നമുക്കറിയാം മോർ ദാൻ 90% പേരും അവിടെ അവരുടെ ക്യാപിറ്റലടക്കം എല്ലാം നഷ്ടപ്പെടുത്തുന്നവരാണ്. അപ്പോൾ അവിടെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് നമുക്ക് പൈസ നേടാൻ സാധിക്കുക, പ്രോഫിറ്റ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുകയും അതിനുശേഷം ഇതിന് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതിന് വളരെ ലളിതമായിട്ട് നമ്മൾ സ്പെക്കുലേഷനിലേക്ക് നമ്മളെടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ നമ്മൾ ബിഗിനിങ്ങിൽ തന്നെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാം, യങ്സ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നവർ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു 30 ആ ഏജിലെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൃത്യമായിട്ട് മൂവ് ചെയ്യുകയും അവിടെ കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇന്ന് ഓൺലൈനിൽ കുറേയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്, കുറേയധികം ഡാറ്റകളൊക്കെ അവൈലബിൾ ആണ്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്, ക്വാർട്ടർലി പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് അറിയാനുള്ള അവസരങ്ങളൊന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഡാറ്റ, ഒരു പുതിയ കമ്പനിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറേയധികം പഴക്കമുള്ളൊരു കമ്പനിയുടെ എത്രയാണ് കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊരു നമ്മളെങ്ങനെയാണ് ഒരു കമ്പനിയുടെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ഒരു കമ്പനിയുടെ CAGR ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. CAGR എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒക്കെ നിങ്ങൾ കുറച്ച് നാളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റുള്ള ഒരാളാണ്, ഒരു സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ CAGR എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കിയിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CAGR അല്ലെങ്കിൽ CAGR എന്നൊക്കെ പറയുന്നത് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം. അതായത് ഒരു കമ്പനി ഓവർ എ പീരീഡ് നേടിയിട്ടുള്ള ആവറേജ് റിട്ടേൺ, ഒരു ഇയറിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെയൊക്കെ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ഒരു കമ്പനി നേടിയിട്ടുള്ള ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമ്മൾ ഈ CAGR നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ CAGR ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളൊരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് CAGR എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനുശേഷം അതൊന്നും പഠിക്കാതെ നമ്മൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് മാർക്കറ്റിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഓരോ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോഴും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെയാണ് നമ്മളൊരു റിസർച്ച് സർവീസൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിനെ കുറിച്ച് കുറേ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ആ റെക്കമെൻഡേഷൻസ് തരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഈ CAGR കുറിച്ച് ഞാൻ കുറച്ചൊന്ന് സംസാരിക്കും, കാരണം ഇത് പലർക്കും അറിയാത്ത ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ നമുക്ക് CAGR എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണെങ്കിൽ എന്താണ് കോമ്പൗണ്ടിങ്? ആ ഒരു കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എമൗണ്ട് നമ്മളൊരു 100 റുപ്പീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ ഇൻട്രസ്റ്റ് 10% ലഭിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ ഇൻട്രസ്റ്റ് വിഡ്രോ ചെയ്യാതെ നമ്മൾ ആ എമൗണ്ട് കൂടെ, അതായത് ഇൻട്രസ്റ്റ് 10% ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 110 റുപ്പീസ് ആയല്ലേ അപ്പോൾ ഇൻട്രസ്റ്റ് അടക്കം. അത് വീണ്ടും നമ്മളത് പ്രിൻസിപ്പളായ 100ഉം ഇൻട്രസ്റ്റായി 10ഉം കൂടെ
ഒരുമിച്ച് വീണ്ടും അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അടുത്ത വർഷം നമുക്ക് ഈ 110 റുപ്പീസിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്. അതുപോലെ അങ്ങനെ നമ്മളത് കണ്ടിന്യൂ ചെയ്യാണ്. ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ അടക്കം വീണ്ടും അവിടെ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടെ നമുക്ക് പിന്നത്തെ വർഷങ്ങളിൽ റിട്ടേൺ ലഭിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിങ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കോമ്പൗണ്ട് ചെയ്ത് കുറേ വർഷങ്ങളോളം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചില സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങുന്നത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു 10% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 30% പ്രോഫിറ്റിൽ പിന്നെ അടുത്തൊരെണ്ണം ബുക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50% ബുക്ക് ചെയ്യുകയാണെങ്കിലും ഓവർ എ പീരിയഡ് നമുക്ക് നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും വലിയൊരു റിട്ടേൺ വരുന്നതും കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ ക്ലയൻസിൻ്റെ ഫീഡ്ബാക്സൊക്കെ നമ്മൾ റീഡ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ സംസാരിച്ച ഒരു കേസാണ് സിർമയുടെ. നമ്മൾ ഒരു 10 lakhs ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ ആ പ്രോഫിറ്റ് എടുത്തിട്ട് വീണ്ടും ആ കോസ്റ്റിൻ്റെ പോർഷൻ അവിടെ നിർത്തിക്കൊണ്ട് പുതിയൊരു ഡയമണ്ട് പീക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ വേറൊരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളുടെ ആക്ച്വലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള 10 lakhs നമ്മൾ സിർമയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അടുത്ത പുതിയൊരു കമ്പനിയിലേക്ക് നമുക്കിതിൻ്റെ പ്രോഫിറ്റ് പോർഷനായിട്ടുള്ള 10 lakhs ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഒരുപക്ഷെ നമുക്ക് കോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള കുറേ കമ്പനികളെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ വേറൊരു രീതിയിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കോമ്പൗണ്ടിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിളിൻ്റെ ഒരു കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കൂ, ഫസ്റ്റ് ഇയറിൽ നമ്മൾ 100 റുപ്പീസാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10% ഇൻട്രസ്റ്റിൽ ആ ഇയർ എൻഡിൽ 110 ഉണ്ടാകും. സെക്കൻഡ് ഇയറിൽ നമ്മൾ ഈ 110-ൽ വീണ്ടും 10% വരുമ്പോൾ 121 ആകും എമൗണ്ട്. അപ്പോൾ തേർഡ് ഇയറിൽ 10% കൂടെ വരുന്നത് 121-ലാണ് നമ്മൾ ഈ 10% ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് നമുക്ക് 133.1 ആയി അല്ലേ. നോർമലി നമ്മൾ 10% ആണ് നമുക്ക് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് 30 ആയിരിക്കും എന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 rupees 10 പൈസ നമുക്ക് ലഭിക്കുന്നത് ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പോൾ അതായത് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്നുള്ള ഇൻട്രസ്റ്റാണ് ഈ 3 rupees 10 പൈസ വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടും വീണ്ടും അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം കൂടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ കോമ്പൗണ്ടിങ് വരുന്നത്. അതിൽ നമ്മൾ വർഷങ്ങളോളം എടുക്കുന്നതാണ് ഈ CAGR എന്നുള്ള ആ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഈ CAGRൻ്റെ ഒരു ഫോർമുലയൊക്കെ ഉണ്ട്. ആ ഫോർമുല നമ്മൾ പറയുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ CAGR ഈസ് ഈക്വൽ ടു എൻഡിങ് വാല്യൂ ബൈ ബിഗിനിങ് വാല്യൂ റേസ് ടു 1/n-1. അതായത് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫിഗറിന് നമ്മൾ CAGRനെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ ബേസിക്കലി നമുക്കത് അറിയില്ല എന്നുണ്ടെങ്കിലും ഇന്ന് പല സൈറ്റുകളിലും ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അതിനുള്ള ഒരു നോളജൊന്നും നമുക്കില്ല എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കും. ഈ CAGR എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പലപ്പോഴും ഈ CAGR വളരെ ഹൈ ആയിട്ടുള്ള കമ്പനികളൊക്കെ പലപ്പോഴും വലിയ റിട്ടേൺ വെൽത്ത് ക്രിയേഷൻ്റെ പ്രോസസ്സിലൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട്. പക്ഷേ നമുക്കറിയാം CAGR പലപ്പോഴും പെർഫോമൻസ് നല്ല രീതിയിൽ വന്നതിന് ശേഷമായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് കണ്ടുപിടിക്കാനൊക്കെ സാധിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവിടെ നമുക്ക് വളരെ നല്ല രീതിയിൽ CAGR വരാവുന്ന ഇനിയും കണ്ടിന്യൂ ചെയ്യാവുന്ന കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു റിസർച്ച് പാർട്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. അത് നമുക്ക് ഇനി നോക്കുകയാണെങ്കിൽ CAGR നമുക്കൊരു കഴിഞ്ഞൊരു 25 yearsൽ ഇന്ത്യയിൽ കുറേയധികം കമ്പനികൾ വളരെ നല്ല CAGR നൽകിയിട്ടുള്ളൊരു കുറേ കമ്പനികളുണ്ട്. അപ്പോൾ അതിൽ കുറേ നമുക്ക് വളരെ നല്ല രീതിയിൽ അറിയാവുന്ന ലാർജ് ക്യാപ് സ്റ്റോക്കുകളുണ്ട്. അതുപോലെ തന്നെ ഹൈ ഗ്രോത്ത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ വിത്ത് വളരെ നല്ല ബിസിനസ് മോഡൽസ് ഉള്ള കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതിലൊരു വളരെ ചില എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള CAGR ഉള്ള കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ആദ്യം നമുക്കറിയാവുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ് ഡിക്സൺ ടെക്നോളജീസ് എന്നുള്ള കമ്പനി.
ഈ കമ്പനി വളരെ ഹൈ CAGR റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അതൊരു സ്മോൾ ഇലക്ട്രോണിക് കമ്പനി എന്ന് ഉള്ള ഒരു കമ്പനിയിൽ നിന്നൊരു കോൺട്രാക്ട് മാനുഫാക്ചറർ, ഗ്ലോബൽ പ്ലെയേഴ്സിൻ്റെ എല്ലാം ഒരു കോൺട്രാക്ട് മാനുഫാക്ചറർ ആയിട്ടുള്ള ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസിലുള്ള ഡിക്സൺ ടെക്നോളജീസ് എന്നുള്ള ആ കമ്പനി വലിയ രീതിയിലേക്ക് റിട്ടേൺ നൽകിയിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനി ആക്ച്വലി പറഞ്ഞാൽ 2017 സെപ്റ്റംബർ പീരീഡിൽ ആണ് ഈ കമ്പനി IPO നടത്തുന്നത്. ഒരു 1766 റുപ്പീസിലാണ് IPOയുടെ അലോട്ട്മെൻറ്റ് ഫൈനൽ ഷെയർസ് ഇഷ്യൂ ചെയ്തത്. അതിനുശേഷം നോക്കൂ, ഈ കമ്പനിയുടെ സ്റ്റോക്കുകൾ ആക്ച്വലി 17 പീരീഡിൽ ആ ലെവലിൽ ആണ് IPO നടന്നതെന്നുണ്ടെങ്കിലും 2020 പീരീഡിൽ കോവിഡിനൊക്കെ ശേഷം 1000 റുപ്പീസിലൊക്കെയാണ് ഡിക്സൺ ടെക്നോളജീസ് ട്രേഡ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഈ കമ്പനിയുടെ സ്റ്റോക്ക് ഒരു 19,148 എന്നുള്ളൊരു ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 14,965 ലെവലിലൊക്കെയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഹൈ CAGR ഉള്ള ഒരു കമ്പനിയുടെ പെർഫോമൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുപോലെ ഡിക്സൺ ടെക്നോളജി ഒരു വലിയ മൾട്ടി ബാഗറായിട്ട് മാറിയത് ആ കമ്പനി ഒരു ചെറിയ മോഡസ്റ്റ് ഇലക്ട്രോണിക് മാനുഫാക്ചർ ആയിട്ടുള്ള കമ്പനിയിൽ നിന്നും ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസിലെ ഒരു പവർ ഹൗസായിട്ട് മാറിക്കൊണ്ടാണ് കമ്പനി ഒരു മൾട്ടി ബാഗർ ആയത്. അപ്പോൾ ഒരു മൾട്ടി ബാഗറിനെ വളരെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കമ്പനി ഒരു TV മാനുഫാക്ചർ, അതുപോലെ തന്നെ മെഷീൻ മാനുഫാക്ചറിൽ നിന്നും പെട്ടെന്ന് തന്നെ കമ്പനി കുറേ പ്രോഡക്ട്സിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് LED ലൈറ്റിംഗ്, മൊബൈൽ ഫോൺസ്, അതുപോലെ ഹോം അപ്ലയൻസസ്, അതുപോലെ ടെലികോം എക്യുപ്മെൻറ്റ്, അതുപോലെ കുറേയധികം പ്രോഡക്ട്സിലേക്ക് ഈ കമ്പനി വളരെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുകയും കുറേ ഇൻ്റർനാഷണലി ഗ്ലോബലി തന്നെ കുറേ കമ്പനികൾക്ക് അവർ ഈ ഇലക്ട്രോണിക് കോമ്പണൻസ് സപ്ലൈ ചെയ്തുകൊണ്ട് വലിയ രീതിയിലേക്ക് അവരുടെ പ്രോഫിറ്റും, അതുപോലെ തന്നെ നമുക്ക് കാണാം ഈ കമ്പനിയും റവന്യൂ 2841 2841 കോടിയുടെ ഇൻകത്തിൽ നിന്ന് 17,691 ക്രോർസിലേക്ക് അവരുടെ ഇൻകം ഗ്രോ ചെയ്യുകയും, അതുപോലെ തന്നെ അവരുടെ നെറ്റ് പ്രോഫിറ്റ് 61 ക്രോർസിൽ നിന്ന് 365 ക്രോർസിലേക്ക് ഗ്രോ ചെയ്യുകയും ചെയ്തപ്പോഴാണ് കമ്പനിയുടെ ഷെയർസ് ഒരു 10x ആയിട്ട് ഗ്രോ ചെയ്തത്. അപ്പോൾ 10x എന്ന് പറഞ്ഞാൽ 10 ഇരട്ടിക്കായിട്ട് മുകളിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയുടെ റവന്യൂ കൂടുന്നതും അതുപോലെ തന്നെ പ്രോഫിറ്റിൽ വരുന്ന ഗ്രോത്തും കമ്പനിയുടെ ബിസിനസ്സിൽ വരുന്ന പ്രോഡക്ട്സിൽ വരുന്ന എക്സ്പാൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിലാണ് നമുക്കിതുപോലെയുള്ള കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ വരുന്ന റെഗുലേഷൻസിൽ വരുന്ന ചേഞ്ച്, ഇപ്പോൾ നമുക്കറിയാം ഡിക്സൺ ടെക്നോളജി ആക്ച്വലി ശരിക്കും കൃത്യമായിട്ട് ഇതുപോലെയുള്ളൊരു ഗ്രോത്തിലേക്ക് വന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പോളിസിയെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ് അവർ ഇതുപോലെയുള്ളൊരു വലിയ റിട്ടേൺ നേടിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കമ്പനി നമുക്കറിയാം ഇന്ത്യ ഒരു 2014 ശേഷമാണ് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു പുഷ് കൊണ്ടുവന്നതല്ലേ. അപ്പോൾ ആ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ വലിയൊരു ബെനിഫിഷ്യറി ആയിട്ട് വേണം നമ്മൾ ഈ ഡിക്സൺ ടെക്നോളജീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് ഒരു കമ്പനി ഇതുപോലെ വളരെ നല്ല പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനിയുടെ സെക്ടറിലുള്ള മറ്റു കമ്പനികളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളൊരു പോയിന്റ് നിങ്ങൾക്ക് ഒരു പക്ഷേ എങ്ങനെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ പിയർ കമ്പാരിസൺ നമുക്ക് നടത്താൻ സാധിക്കുമെന്ന് പല വെബ്സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ പിയർ കമ്പാരിസണിൽ നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഡിക്സൻ്റെ പിയർ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമുക്ക് കാണാം ഹാവൽസ് ഇന്ത്യ, PG ഇലക്ട്രോപ്ലാസ്റ്റ്, ഐക്യോടെക്, മിർക്ക് ഇലക്ട്രോണിക്സ്, CWD, കളക്ടർ ഗാഡ്ജസ്റ്റ് എന്നൊക്കെ പറയുന്ന കമ്പനികളൊക്കെ ഈ കമ്പനിയുടെ പിയർ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ഈ സെക്ടറിൽ തന്നെയുള്ള അതർ കമ്പനീസാണ്. പക്ഷേ പിയർ കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ അതിൽ കാണുന്ന കമ്പനികളെല്ലാം നല്ലതാണ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു അസംഷനിലേക്ക് വരരുത്. പക്ഷേ
ഈ സെക്ടറിൽ മറ്റുള്ള കമ്പനികളെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം ആ കമ്പനികളെ ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങളെടുത്ത് ഡീറ്റെയിൽഡായിട്ട് ആ കമ്പനിയുടെ കസ്റ്റമേഴ്സ് ആരാണ്, അതുപോലെ തന്നെ കമ്പനി എവിടേക്കൊക്കെ എക്സ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ മറ്റുള്ള കമ്പനിയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ആ കമ്പനിക്ക് എത്ര ഡെറ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ CAGR കൂടുതലുള്ളൊരു കമ്പനിയാണെങ്കിലും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർഷനിലേക്ക് നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ എന്നുള്ള കമ്പനി ഹ്യൂജ് CAGR റിട്ടേൺ നൽകിയിട്ടുള്ളൊരു കമ്പനിയാണ്. അത് നോക്കൂ, നമ്മൾ സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യയുടെ ചാർട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് ഒരു 2020 1000 ലെവലിന് താഴെയൊക്കെ ട്രേഡ് ചെയ്തിരുന്ന കമ്പനി വലിയൊരു റാലിയോടുകൂടി 17,820 വരെയൊക്കെ മൂവ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിലും ഒരു 13,758 ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് സോളാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സോളാർ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ബിസിനസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനിയിൽ ലാർജസ്റ്റ് ഡൊമസ്റ്റിക് മാനുഫാക്ചർ ഓഫ് ബൾക്ക് ആൻഡ് കാട്രിഡ്ജ് എക്സ്പ്ലോസീവ്, അതുപോലെ തന്നെ ഡിറ്റോനേറ്റിംഗ് കോഡ്സ്, അതുപോലെ കോമ്പണൻസ് വിച്ച് ഫൈൻഡ് അപ്ലിക്കേഷൻ മൈനിങ്ങിലും ഇൻഫ്രാസ്ട്രക്ചറും അതിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലൊക്കെ ആപ്ലിക്കേഷനുള്ള കമ്പനിയാണ്. അപ്പോൾ ഇതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു കമ്പനിയാണ്. ഡിഫൻസിലേക്ക് കൂടുതൽ ആവശ്യമുള്ള പ്രോഡക്ട്സൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. എന്തായാലും ഈ ഒരു സോളാർ ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു CAGRൻ്റെ റിട്ടേൺ നൽകുകയും അതുപോലെ തന്നെ കമ്പനി വളരെ നല്ല രീതിയിൽ അതിൻ്റെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസും വരികയും ചെയ്തൊരു കമ്പനിയാണ്. മറ്റൊരു കമ്പനിയാണ് MCX എന്നുള്ള കമ്പനി. MCX എന്നുള്ള നമുക്കറിയാം മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് എന്നുള്ള ഈ കമ്പനി ആക്ച്വലി കമോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കമോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ MCX ആണ്. അവിടെ നമുക്കറിയാം ഗോൾഡും ക്രൂഡ് ഓയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചായിട്ട് ഈ എക്സ്ചേഞ്ച് ഗ്രോ ചെയ്ത് വരുന്നത് 2011 ശേഷമാണ്. അപ്പോൾ ഈ MCX എന്നുള്ള സ്റ്റോക്ക് നമുക്കറിയാം ഒരു മൊണോപ്പൊളി പോലെയാണ് അവരത് ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ NCDEX എന്നുള്ള വേറൊരു എക്സ്ചേഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിലും അത് ആക്ച്വലി ലിസ്റ്റഡ് അല്ല എന്നുള്ളത് കൊണ്ടും അവർക്ക് മറ്റുള്ള അഗ്രി പ്രോഡക്ട്സിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടൊക്കെ തന്നെ പിന്നെ കമോഡിറ്റി മാർക്കറ്റിനെ കുറിച്ച് കുറച്ചധികം കൂടുതൽ ഞാൻ ജിയോജിത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറേയധികം എക്സ്പോഷർ ഉള്ളതുകൊണ്ട് തന്നെ ഈ കമ്പനി വളരെ നന്നായി പെർഫോം ചെയ്യുമെന്നുള്ള അറിയാവുന്നിരുന്നുകൊണ്ട് MCX എന്നുള്ള കമ്പനിയിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു കമ്പനിയാണ്. അതൊരു ഡിസ്ക്ലൈമറായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോൾ കാണുന്നത് മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് എന്നുള്ള കമ്പനിയുടെ ചാർട്ടാണ്. ഈ സ്റ്റോക്ക് ആക്ച്വലി 2020 പീരീഡിൽ 1000 താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ 700-800 ലെവലിലൊക്കെ ഈ കമ്പനി കുറേ പീരീഡ് ട്രേഡ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഈ സ്റ്റോക്ക് വലിയ ഒരു റാലി നടത്തി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും പുതിയൊരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്ത് 9,975 മൂവ് ചെയ്ത്. MCX ഈ ഒരു മൊണോപ്പൊളി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ വലിയ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ അധികം മ്യൂച്വൽ ഫണ്ട്സൊക്കെയാണ് ഈ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ MCX എന്നുള്ള കമ്പനി ഇനിയും ഒരു 12,000 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. MCXനെ കുറിച്ച് നമ്മൾ പല ലെവലിൽ നമ്മുടെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പലരും നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം അത് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴും വിൽക്കാറായോ എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ളത് MCX എന്നുള്ള സ്റ്റോക്ക് ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത കാരണം കൊണ്ട് ഞാൻ BSE എന്നുള്ള സ്റ്റോക്കും അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നൊരു കാര്യം പറയാറുള്ളതാണ്. അപ്പോൾ ഈ കമ്പനികളൊക്കെ ഒരു അധികം കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു സെഗ്മെൻറ്റിലുള്ളതായതുകൊണ്ട് ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള സെഗ്മെൻറ്റിൽ നിന്ന് തന്നെയാണ് MCXും വരുന്നത്, BSEയും വരുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം വലിയൊരു റാലിയിലൂടെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു റാലി റൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു സ്ട്രാറ്റജി. പക്ഷേ എപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു ഹൈ ലെവലിൽ എൻ്റർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് ഫാക്ടർ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് എന്തായാലും നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 10% കൂടുതൽ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മറ്റൊരു സ്റ്റോക്കാണ് പോളിക്യാബ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്കും വലിയൊരു CAGR നൽകിയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. നമുക്ക് പോളിക്യാബ് എന്നുള്ള സ്റ്റോക്ക് ഒരു പക്ഷേ ഞാൻ പേഴ്സണലി ഈ സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 2021 പീരീഡിലാണ്. അപ്പോൾ
ഞാനന്ന് എൻ്റെ ഒരു പുതിയൊരു വീട് പണിയുന്ന ഒരു സമയമായതുകൊണ്ട് പലപ്പോഴും കേബിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ബൈ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ഈ ഇലക്ട്രിക് കടകളിൽ പോകുമ്പോൾ ഞാൻ അപ്പോഴാണ് ഈ എല്ലാ കടകളിലും പുറത്ത് ഈ പോളിക്യാബിൻ്റെ ബോർഡുകൾ വരാൻ തുടങ്ങുന്നതൊക്കെ ആ സമയത്താണ്. അതിനു മുമ്പ് ഞാൻ പോളിക്യാബ് എന്നുള്ള ഒരു കമ്പനിയെ നോട്ട് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ പക്ഷേ ആ ഒരു പീരീഡിന് ശേഷം ഈ കമ്പനി വലിയ രീതിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇവരുടെ പ്രോഡക്ട്സ് പലപ്പോഴും ഞാൻ പലപ്പോഴും വീട്ടിലൊക്കെ വരുന്ന ഇലക്ട്രീഷ്യൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ അഭിപ്രായത്തിൽ നിന്നും ഈ പോളിക്യാബ് വളരെ നല്ല കേബിൾസ് ആണെന്നുള്ളതും അവരെല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നതും ഞാൻ കണ്ടിരുന്നു. അത് ഒരു പക്ഷേ കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം. ഇവർക്ക് ഈ ഇലക്ട്രീഷ്യൻസിനൊക്കെ അവർ എന്തെങ്കിലും രീതിയിലൊക്കെ ഉള്ള ഇൻസെൻറ്റീവ്സൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ആയിരിക്കാം. പക്ഷേ പ്രോഡക്റ്റ് നല്ലതാണ് എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കുകയും ചെയ്തു. ഞാനും പോളിക്യാബ് എന്നുള്ള കേബിൾസാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രോഡക്ട്സൊക്കെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ടെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. പോളിക്യാബ് എന്നുള്ള കമ്പനി ഇൻഡസ്ട്രി വരുന്നത് വയേഴ്സ് ആൻഡ് കേബിൾസ് എന്നുള്ളതാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ 2021 ഒരു 700 ലെവലിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് 7903 എന്നുള്ളൊരു പുതിയൊരു ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ 7521 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ CAGR വളരെ വലിയ രീതിയിൽ റിട്ടേൺ നൽകിയിട്ടുള്ള കുറേയധികം കമ്പനികൾ കഴിഞ്ഞ 10 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ ടൈറ്റാൻ വലിയ CAGR നൽകിയിട്ടുള്ള കമ്പനിയാണ്. അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സും TVS മോട്ടോറും സോളാർ ഇൻഡസ്ട്രീസ് നമ്മൾ സംസാരിച്ചു, പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ്, SRF ലിമിറ്റഡ്, ഇതൊക്കെയും വലിയ രീതിയിൽ നമുക്ക് ഇങ്ങനെ CAGR നൽകിയിട്ടുള്ള കമ്പനികളാണ്. അതുപോലെ തന്നെ HDFC ബാങ്ക് ആണെങ്കിലും ഇൻഫോസിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സഹായിച്ചിട്ടുള്ള കമ്പനികളാണ്. അതുപോലെ CAGRൻ്റെ റിട്ടേൺ നമുക്ക് നല്ല റിട്ടേൺ നൽകുന്ന കമ്പനികൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്ക് കണ്ണു തുറന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ വലിയൊരു ഉദാഹരണമായിരുന്നു. ഞാൻ 2011 പീരീഡിൽ ഞാൻ ബ്രിട്ടാനിയ എന്നുള്ള സ്റ്റോക്കിനെ കുറിച്ച് ആ സ്റ്റോക്ക് ഒരു 600 ലെവലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജീവിതത്തിലിരിക്കുമ്പോൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തപ്പോൾ അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു 500-ന് താഴേക്കൊക്കെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പലപ്പോഴും പല ഇൻവെസ്റ്റേഴ്സും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തത്, ഇത്രയും താഴേക്ക് പോകുന്നൊരു സ്റ്റോക്കിന് എന്തിനാണ് റെക്കമെൻഡ് ചെയ്തത് എന്നുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക്കായുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് CAGR നല്ല രീതിയിൽ, പിന്നെ നമുക്കറിയാം എല്ലാ വീട്ടിലും വരുന്നൊരു പ്രോഡക്റ്റാണ് ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ്സ് എന്നുള്ളതല്ല. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് നമുക്കറിയാം 5000 ലെവലിലേക്കൊക്കെ പിന്നീട് മൂവ് ചെയ്തത്. അപ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക് ലോങ് ടേം പീരീഡിലേക്ക് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം CAGR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് പോയിൻ്റാണ് ഈ CAGR എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വീഡിയോയിലും സംസാരിച്ചതാണ് ഗ്രോ എന്നുള്ള ബില്യൺ ബ്രെയിൻ ഗാരേജ് എന്നുള്ള കമ്പനിയുടെ ഗ്രോ എന്നുള്ള IPO 100 റുപ്പീസിനാണ് നടന്നത്. അതൊരു 12% പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിലും അതിനുശേഷം വലിയൊരു റാലി നടത്തി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ 148.50 ക്ലോസ് ചെയ്തതെന്നുള്ളൊരു കാര്യം സംസാരിച്ചാണല്ലോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ IPO നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ അപ്ലൈ ചെയ്തിരുന്നെങ്കിലും പലർക്കും ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അതിനുശേഷം നമ്മൾ ഇത് ഇൻവെസ്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. കാരണം നമുക്കറിയാം ഈ ഇൻഡസ്ട്രിയിലെ ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിലെ ലീഡിങ് കമ്പനിയാണ് ഗ്രോ എന്നുള്ള ഈ കമ്പനി. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണെന്നുള്ളത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ഈ സ്റ്റോക്ക് പിന്നെയും വലിയൊരു റാലി നടത്തി 193 വരെയും മൂവ് ചെയ്യുകയുണ്ടായത്. അത് 100 റുപ്പീസിന് ഇഷ്യൂ നടത്തിയ സ്റ്റോക്ക് 193 വരെ മൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 2 വീക്സ് ഈ സ്റ്റോക്ക് 93% മൂവ് ചെയ്തത് അല്ലേ. അപ്പോൾ പലരും കഴിഞ്ഞ ആഴ്ചയിൽ ഈ സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം ഒരു 190 ലെവലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഇത്രയും പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കുകയുണ്ട്. അപ്പോൾ
ബേസിക്കലി ഞാൻ പറഞ്ഞത് ഇത്രയും ഒരു വലിയ റാലി നടന്നത് ആ സ്റ്റോക്ക് ഒരു ദിവസം 20% അപ്പർ സർക്യൂട്ടിലായതുകൊണ്ട് പലപ്പോഴും നമുക്കറിയാം ഒരു ഷോർട്ട് സ്ക്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യം നടന്നിട്ടുണ്ടാവാം. കാരണം പലർക്കും വിറ്റതിന് ശേഷം തിരിച്ചു പിടിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഓപ്ഷനിലേക്ക് സ്റ്റോക്ക് പോവുക എന്നുള്ളൊരു ടെക്നിക്കൽ ഒരു കാര്യം നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ സ്റ്റോക്ക് ഇത്രയും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും താഴെ ലെവലിൽ എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് വളരെ താഴേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ 158 ലെവലിലൊക്കെ മൂവ് ചെയ്തപ്പോൾ അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ 157 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലരും നമുക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് മെസ്സേജൊക്കെ അയക്കുകയുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ ഈ സ്റ്റോക്ക് അതിന് ശേഷം ഒരു 139 ലെവലിലൊക്കെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ഞാനിപ്പോഴും ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു ഷോർട്ട് ടൈം സ്റ്റോക്കുകൾ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിന് എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗ്രോ എന്നുള്ള സ്റ്റോക്ക് കുറച്ച് പീരിയഡിലേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഗ്രോ എന്നുള്ള സ്റ്റോക്കിന് ഒരു പ്രത്യേകതയുള്ളത് ഈ സ്റ്റോക്ക് ഒരു ഇൻഡസ്ട്രി ലീഡറാണ് എന്നുള്ളത് കൊണ്ട് സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഓൾറെഡി ഈ സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ റാലി ചെയ്യുകയും ഒരു ഹയർ വാല്യുവേഷനിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഗ്രോ കഴിഞ്ഞ ആഴ്ചയിൽ Q2 റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ പ്രോഫിറ്റ് 471 crores പ്രോഫിറ്റാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല പ്രോഫിറ്റാണ്. 12% ഇയർ ഇൻക്രീസും ആണ് ഈ 471 crores പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് റവന്യൂ നോക്കുകയാണെങ്കിൽ 9.4% ഡിപ്പ് വന്നിട്ടുണ്ട്. അതെന്തായാലും നമുക്കറിയാം ഓപ്ഷൻസിലൊക്കെ ട്രേഡിങ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ റവന്യൂയിലുള്ള 9.4% ഡിപ്പ് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഗ്രോ എന്നുള്ള ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് 14.8 മില്യൺ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഗ്രോ. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ കമ്പനിയുടെ കോ ഫൗണ്ടറും അതുപോലെ CEO ലലിത് കർഷക് പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, അത് നമ്മുടെ ജേണിയുടെ 1% മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷനിൽ നിന്നും കമ്പനിയുടെ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി നമുക്കറിയാം ഇന്ത്യയിൽ 140 crores ജനസംഖ്യയുള്ള രാജ്യത്ത് ഒരു ലീഡിങ് ബ്രോക്കിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് ഇനി ഇത്രയധികം ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ട്രേഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനി വരും ദിവസങ്ങളിൽ പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ ആദ്യം ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നത് സെറോദയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് ഗ്രോ എന്നുള്ള ഈ കമ്പനി സെറോദയിലൊക്കെ കൂടുതൽ കസ്റ്റമേഴ്സിന് നേടിക്കൊണ്ട് ഒരു സക്സസ് സ്റ്റോറി രചിച്ചൊരു കമ്പനിയാണെന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും ഗ്രോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, എസ്പെഷ്യലി ബ്രോക്കിംഗ് ഇൻഡസ്ട്രി എന്നുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോയിൻ്റെ വരും ദിവസങ്ങളിലെ പെർഫോമൻസ് നമുക്ക് നോക്കാം. എന്തായാലും സെറോദ ഇതുവരെയും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഈ ഗ്രോയിൻ്റെ കഴിഞ്ഞ ദിവസത്തെ റാലിയിൽ 1 lakh crore മാർക്കറ്റ് ക്യാപ്പിലേക്ക് മാർക്കറ്റ് ക്യാപ്പ് ഗ്രോ എത്തിയത് എന്തായാലും ഒരു വളരെ അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. എന്തായാലും ഇനിയും സെറോദ ലിസ്റ്റ് ചെയ്യാത്തത് ഒരു പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് ആകുമോ എന്നുള്ളത് നമുക്ക് ലോങ് ടൈമിൽ കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് ഫീഡ്ബാക്കുകൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ കുറച്ച് പേര് എങ്ങനെയാണ് നമ്മുടെ ഈ റെക്കമെൻഡേഷൻസ് അവരുടെ ലൈഫിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള അവരുടെ എക്സ്പീരിയൻസ് നമുക്കൊരു പലർക്കും ഒരു ഐ ഓപ്പണർ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു 4-5 ഫീഡ്ബാക്സ് കൂടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ഞാനൊന്ന് പെട്ടെന്ന് ഇതിലൂടെ നമുക്കൊന്ന് പോകാം. 2021 മുതൽ തുടങ്ങിയതാണ് ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സുമായിട്ടുള്ള എൻ്റെ ബന്ധം. അദ്ദേഹം ആദ്യം ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിനെ കുറിച്ച് കേൾക്കുന്നത് സമ്പാദ്യം എന്നുള്ള മാഗസിനിലാണ്. സമ്പാദ്യം എന്നുള്ള മാഗസിനിൽ ഒരു കോളം, മാർക്കറ്റ് മാപ്സ് എന്നുള്ള ഒരു കോളം എല്ലാ മാസവും ഞാൻ 2015 മുമ്പ് തുടങ്ങിയതാണ്. അത് ഓൾമോസ്റ്റ് 10 വർഷം കഴിഞ്ഞു ഇപ്പോഴും. എല്ലാ മാസവും നമ്മളത് കൃത്യമായിട്ട് എഴുതാറുണ്ട്. അദ്ദേഹം പറയുന്നത് സ്റ്റാർട്ടഡ് വിത്ത് സ്വിംഗ് ഡെലിവറി,
DP9 ഡാറ്റാമാറ്റിക്സ് മുതൽ ഡയമണ്ട് പിക്ക് അതുപോലെ തന്നെ ഗോൾഡൻ പിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് സിർമ SGS ആയിരുന്നു. 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, 10 ലക്ഷമായി, അത് വർദ്ധിച്ചു. അതേപോലെ ആവലോൺ, ഗബ്രിയൽ എന്നിവയിലൊക്കെ ഇൻവെസ്റ്റഡ് എമൗണ്ട് ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. സജീഷ് സാറിൻ്റെ ഗൈഡൻസിന് പ്രത്യേകം നന്ദി. ഒരു സീനിയർ സിറ്റിസൺ ആയ എനിക്ക് പോലും ഇത്ര നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് മാത്രമാണ്. താങ്ക് യു വെരി മച്ച്. അതുപോലെ മറ്റൊരു ക്ലയൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്കാണ്. നമസ്കാരം, ആദ്യമായി സജീഷ് സാറിനോട് നന്ദി അറിയിക്കട്ടെ. ട്രിപ്പിൾ എ ടീം അംഗങ്ങളോട് പ്രത്യേകം നന്ദി. ഞാൻ സജീഷ് സാറിൻ്റെ റെക്കമെൻഡേഷൻസ് അനുസരിച്ച് ട്രേഡ് എടുക്കാറുണ്ട്. ഇപ്പോൾ വളരെ സംതൃപ്തനാണ്. ഡയമണ്ട് പിക് 17 സിർമ 1685 എണ്ണം 425 രൂപയ്ക്ക് വാങ്ങി. സ്റ്റോക്ക് ടാർഗറ്റ് 900 രൂപ പ്രകാരം ഇൻവെസ്റ്റ് ചെയ്ത സംഖ്യ എടുത്ത ശേഷം ബാലൻസ് ഷെയർ ഹോൾഡ് ചെയ്യുന്നു. എനിക്ക് റിട്ടയർമെൻറ്റിന് ശേഷം സന്തോഷത്തിൽ ജീവിതം നയിക്കാൻ സഹായിച്ച ഒരു വരുമാനം ലഭിക്കാൻ വഴി കാണിച്ചു തന്ന സാറിനെ നന്ദി അറിയിക്കുന്നു. ട്രിപ്പിൾ എ ടീം അംഗങ്ങൾ എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതുപോലെ മറ്റൊരു ക്ലയൻ്റാണ്, NRI ക്ലയൻ്റാണ് അദ്ദേഹം. I purchased the Diamond Pick 17 at 451 rupees 2300 quantity for a value of 10,37,300 on 20th June 23. I held the share till it reached the target value. It was really difficult to hold the shares when the shares shows negative return for a long time, but Sajesh sir's weekly videos motivated, and his earlier stock selection pick gave us the confidence to hold the shares, and his conviction in selecting the good quality shares kept us to hold the shares. When it reached the target value, I managed to book the profit by selling 1100 quantity at 885 and withdrawn the capital. Since the government is pushing a lot in this sector, I believe it will become a multi-bagger soon. Once again, thank you Sajesh sir for selecting the good quality stock during this difficult time. God bless you and your team. മറ്റൊരു ഫീഡ്ബാക്കാണ്. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദി ഓപ്പർച്യൂണിറ്റി ടു ഷെയർ മൈ എക്സ്പീരിയൻസ് വിത്ത് ഡയമണ്ട് പിക് 17 സിർമ SGS technology. I entered the stock in July 23 at a price of 445, purchasing 1348 shares with a total capital of 6 lakh. The recommended timeline was 2 years, and even though the stock fluctuated during this period, I continued to hold it with confidence, trusting the strong analysis from Triple Profit Analytics and the consistent guidance of Sajesh sir. Before this, I had incurred a loss of around 2 lakhs in futures and options trading. It was advice and motivation from Sajesh sir that helped me move away from speculative trading and focus on disciplined long-term investment. Recently, I booked profit at around 900, which has been a highly rewarding milestone in my investment journey. This success has reinforced my belief in investing in stock market. മറ്റൊരു ഫീഡ്ബാക്കാണ്. I started the Diamond Pick journey with the DP16, and after achieving the target fast, I was able to use the same capital for buying DP17. Initial days was very anxious for me when there is a correction in the market, but by watching your videos and expert opinion, now I am confident enough to add more stocks during the corrections. Booked partial profit in DP17 and invested that in Diamond Pick 31 today. Hope to achieve targets in other Diamond Picks also soon. Thank you very much for you and your team for continuing the best service in this market. മറ്റൊരു ഫീഡ്ബാക്കാണ്. I learned how to keep calm with patience in stock market from AAA. Surma helped me pay off my daughter's MBA semester fee, though made an early entry of a portion when stock was around 90% profit few days back. Remaining quantity I exited today. It was a real example of how we gained confidence to invest big money with support from you and your team. I have not looked at the working as I need to check my app. മറ്റൊരു ഫീഡ്ബാക്കാണ്. Dear Sajesh sir, I just wanted to personally thank you for suggesting Precall as a VIP pick. I had invested 30 lakhs in it, and when it doubled, I withdrew my principal and later booked additional profits every time bought a diamond pick. Today the total profit stands at around 40 lakhs, and I am still holding the rest. This is the first time I have ever received a 200% return on a single stock.
Truly grateful for your guidance. A small personal comment from my head. I genuinely believe it's your wholeheartedness that brings magic to your success, to your stock picks and makes them so successful. Thank you once again. അതൊരു ഡോക്ടറുടെ ഒരു ഫീഡ്ബാക്കാണ്. അതുപോലെ മറ്റൊരു ഫീഡ്ബാക്കാണ്. ഐ ഹാഡ് ഗുഡ് എക്സ്പീരിയൻസ് വിത്ത് സിർമ SGS with 100% profit, but I only withdraw the capital amount, that is 11 lakhs. The rest are still invested in the stock because of the confidence the stock has built in me. I have also booked a new Victoris car with the amount I received. I really appreciate for you and your team's outstanding performance. Thank you, sir. ഇതുപോലെ കുറേയധികം ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരുത്തരുടെയും ലൈഫ് എക്സ്പീരിയൻസും എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പലരുടെയും ജീവിതത്തിൽ വെൽത്ത് ക്രിയേഷൻ എന്നുള്ള പ്രോസസ്സും അതുപോലെ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടുന്നതിനും അത് ഉപയോഗിക്കുന്നതെന്നുള്ളതിൻ്റെ എക്സാമ്പിൾസാണ് ഞാൻ ഷെയർ ചെയ്തത്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ബെസ്റ്റ് പെർഫോമിങ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ സ്റ്റോക്കുകൾ നാരായൺ ഹൃദയാല 16% ഉയർന്നും, M&M ഫിനാൻഷ്യൽസ് 10% ഉയർന്നും, GMR എയർപോർട്ട്സ് 8% ഉയർന്നും, TBO ടെക് 8% ഉയർന്നും, ഹീറോ മോട്ടോർ കോർപ്പ് 8% ഉയർന്നും, എറിസ് ലൈഫ് സയൻസ് 7% ഉയർന്നും, എയ്തർ എനർജി 7% ഉയർന്നും, മാക്സ് ഹെൽത്ത് കെയർ 7% ഉയർന്നും, 361 6% ഉയർന്നും, ഏഷ്യർ മോട്ടോഴ്സ് 6% ഉയർന്നും, കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് 6% ഉയർന്നും, നാറ്റ്കോ ഫാർമ 6% ഉയർന്നും, ജൂബിലൻറ്റ് എൻഗ്രേവിയ 5% ഉയർന്നും, ദേവയാനി ഇൻ്റർനാഷണൽ 4% ഉയർന്നും, ഗ്ലോബൽ ഹെൽത്ത് 4% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIs കഴിഞ്ഞ ആഴ്ചയിൽ 188.3 crores സെല്ലേഴ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 12,969.1 crores ബയേഴ്സും ആയിരുന്നു. അടുത്തതായി നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചയിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 14th നവംബറിന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 25,910 17th നവംബറിന് 103 points ഉയർന്നും, 18th നവംബറിന് 103 points താഴ്ന്നും, 19th നവംബറിന് 142 points ഉയർന്നും, അതിനുശേഷം 20th നവംബറിന് 139 points ഉയർന്ന് ഒരു 52 week ഹൈ ആയിട്ടുള്ള 26,246 ടെസ്റ്റ് ചെയ്തതിന് ശേഷം 21st നവംബറിന് 124 pointsൻ്റെ ഒരു ക്ലോസോടുകൂടി 26,068 നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക്ലി 158 points കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നോക്കുമ്പോൾ നവംബർ മന്തിൽ 346 points കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒക്ടോബർ മന്തിലെ 1111 പോയിൻറ്റ്സിൻ്റെ അഡീഷന് മുകളിൽ ഇപ്പോൾ 346 പോയിൻ്റ് കൂടെ ആഡ് ചെയ്ത് നവംബറിൽ ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ലൈഫ് ടൈം ഹൈയുടെ വളരെ അടുത്താണെന്ന് നമുക്ക് കാണാം. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ നമ്മൾ മേജർ DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ 200 DMA വരുന്നത് 24,514 100 DMA വരുന്നത് 25,192 50 DMA വരുന്നത് 25,452 20 DMA വരുന്നത് 25,844 നമുക്ക് കാണാം നിഫ്റ്റിയുടെ ലൈഫ് ടൈം ഹൈ വരുന്നത് 26,277 അതിൽ വളരെ അടുത്ത് വരെ കഴിഞ്ഞ ആഴ്ചയിൽ 26,246 വരെയും നിഫ്റ്റി മൂവ് ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു അപ്വേർഡ് ട്രെൻഡ് നിഫ്റ്റി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ലെവലിൽ നിന്നും ലൈഫ് ടൈം ഹൈ പുതിയതെല്ലാം ടെസ്റ്റ് ചെയ്ത് പുതിയ ലൈഫ് ടൈം മേലെ സെറ്റ് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിഫ്റ്റിയുടെ പിവറ്റ് പോയിന്റ് വരുന്നത് 26,057 അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകൾ 26,257 26,447 26,975 27,847 എന്നീ ലെവൽസാണ്. അതേസമയം 26,057 താഴെ സപ്പോർട്ട് ലെവലുകൾ 25,867 25,666 25,476 25,007 24,850 23,979 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു വീക്കിലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,975 ലോവർ റേഞ്ച് 24,850
അതേസമയം പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 26,057 ആയിരിക്കും. അടുത്തായി നമുക്ക് നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് നമ്മുടെ GMR എയർപോർട്ട്സ് ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വളരെ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റോട് കൂടി 104 വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 104 മുകളിൽ GMR എയർപോർട്ട്സ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 115 ആയിരിക്കും. അതുപോലെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വാറോക്ക് എഞ്ചിനീയറിംഗ് ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ 657 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിലേക്ക് വാറോക്ക് എഞ്ചിനീയറിംഗിൻ്റെ അടുത്ത ഒരു റെസിസ്റ്റൻസ് 722 ആയിരിക്കും. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ അവാന്തി ഫീഡ്സ്, എയ്തർ ഇൻഡസ്ട്രീസ്, M&M ഫിനാൻസ്, സോന, B&W പ്രിസിഷൻ ഫോർജിങ്സ്, അതുപോലെ ഭാരതി എയർടെൽ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.